നമസ്കാരം. ഈശ്വരനും വിശ്വാസവും. ഈശ്വരൻ ഉണ്ട് എന്ന് നമ്മളെല്ലാവരും പറയാറുണ്ട്. ഈശ്വരനെ നമ്മൾ വിശ്വസിക്കാറുണ്ട്. ഓരോ സ്ഥാപനത്തിന്റെ പരസ്യം പോലും അതാണല്ലോ, വിശ്വാസം. അതാണ് എല്ലാം. ഈശ്വരനുണ്ടെന്ന് എല്ലാറ്റിൻ്റെയും നിയമനം രക്ഷിതാവും എല്ലാം ഈശ്വരൻ എന്നും ഉള്ള ഉറപ്പായൊരു വിശ്വാസം അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മൾ അതിനെ പല പേരിട്ട് വിളിക്കുന്നു. യൂണിവേഴ്സൽ എനർജി എന്ന് വിളിക്കാം, പിന്നെ നമുക്ക് എന്താണ് ഫെയ്ത്ത് എന്ന് വിളിക്കാം. അങ്ങനെ പല തരത്തിലും നമ്മൾ ഈശ്വരനെ വ്യാഖ്യാനങ്ങൾ കൊടുക്കാറുണ്ട്. ഇത് ഉറച്ച ഒരു വിശ്വാസമാണ്, അല്ലേ? ഈശ്വരൻ എന്നെ രക്ഷിക്കും, അല്ലെങ്കിൽ ഈശ്വരൻ എല്ലാം നോക്കിക്കൊള്ളും എന്നുള്ളത് എന്താണ്? ഉറച്ച ഒരു വിശ്വാസമാണ്. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും മുന്നിട്ട് പോകുന്നത്. ഇന്ന് ഒരുപാട് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ലോകത്തിനെമ്പാടും നമ്മൾ ഓരോ വ്യക്തികളും അനുഭവിക്കുമ്പോഴും, നിത്യജീവിതത്തിൽ യൂഷ്വൽ ലൈഫിൽ നമ്മൾ ഒരുപാട് ദുരിതങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴും നമ്മൾ നാളെയെക്കുറിച്ച് നമുക്കൊരു വിശ്വാസം, ഒരു ശുഭാപ്തി വിശ്വാസം. അത് നമുക്ക് നമ്മളോടുള്ള വിശ്വാസം മാത്രമല്ല, ഈശ്വരൻ എന്ന് പറയുന്ന ആ ഒരു ശക്തിയോടുള്ള വിശ്വാസം. ഒരു വ്യക്തിക്ക് ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും, ഒരു വ്യക്തി പല ദുരിതങ്ങളിൽ കൂടിയും ഓരോ നിമിഷവും പല ദുരിതങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും ഓരോ വ്യക്തിക്കും ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും ഈശ്വരൻ രക്ഷിതാവായിട്ട് കൂടെ ഉണ്ടാവും എന്ന പൂർണ്ണ വിശ്വാസം, തൻ്റെ കൂടെ തന്നെ ഒരു അച്ഛനെ പോലെയോ അമ്മയെ പോലെയോ തൻ്റെ ഒരു രക്ഷിതാവിനെ പോലെയോ തന്നെ രക്ഷിക്കാൻ തൻ്റെ ഈശ്വരൻ ഉണ്ടാവും എന്ന വിശ്വാസം, ആ പൂർണ്ണ വിശ്വാസം ഉണ്ടാവുക. വെറുതെ ഒരു വിശ്വാസം അല്ല, അത് പൂർണ്ണമായ ദൃഢമായ ഉറച്ച വിശ്വാസം. ആ വിശ്വാസം ഉണ്ടായാൽ എല്ലാ ഭയങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും നമുക്ക് മോചനമായി എന്നുള്ളതാണ്. അപ്പൊ ചിലർ ചോദിക്കുന്നുണ്ടാവാം, ഈശ്വരനിൽ വിശ്വസിക്കാത്തവർക്ക് ഇന്ന് കുഴപ്പമൊന്നുമില്ലേ? അവര് ഈശ്വരനെ എന്ത് വിശ്വസിച്ചിട്ടാണോ? അവർ അമ്പലത്തിൽ പോകാറുണ്ടോ? നാമം ചെല്ലാറുണ്ടോ? അവർക്ക് ഈശ്വരൻ എന്ന് പറയുന്ന ഒന്നില്ല, അവരൊന്നുമില്ലാത്തൊരു നിരീശ്വരവാദിയാണ്. എന്നിട്ട് അവരുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലേ? മുറ പോലെ നടക്കാതിരിക്കുന്നുണ്ടോ? നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ വിജയം ആ വിശ്വാസത്തിൽ അർപ്പിക്കുക. നമ്മൾ എന്ത് ചെയ്താലും ഈ പറയുന്ന ചിലർ പറയുന്ന യൂണിവേഴ്സൽ എനർജി എന്ന് പറയുന്നതിനെ, അല്ലെങ്കിൽ ആ ഈശ്വരൻ എന്ന് പറയുന്ന ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ അർപ്പിക്കുക. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മൾ അതിൽ അർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായ ദൃഢമായ വിശ്വാസത്തോടെയോടെ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകും. ദേവൻ, ഗുരു, മന്ത്രം, ഔഷധം എന്നിവയുടെ ശക്തി അതിലുള്ള വിശ്വാസത്തിന്റെ തോതനുസരിച്ചായിരിക്കും കൂടുന്നത്. ഇപ്പോ നമ്മൾ ഒരു അസുഖം വന്നാൽ എല്ലാവരും എല്ലാ ഹോസ്പിറ്റലിലും പോകുന്നില്ല. ചിലവർക്ക് ചില ഡോക്ടർ, ചില ഹോസ്പിറ്റലുകള് സ്ഥിരമായിട്ട് ഒരേ ഹോസ്പിറ്റലിൽ തന്നെ ഒരേ ഡോക്ടർ തന്നെ, ഫാമിലി ഡോക്ടർമാരൊക്കെ ഉണ്ട് ചിലവർക്ക്. അപ്പൊ ഒരു ഡോക്ടറെ കണ്ടെത്തി ആ ഡോക്ടർ കൊടുക്കുന്ന ഔഷധവും ആ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസും ആ കാര്യങ്ങളും ആ ഡോക്ടർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലും പറയാറില്ലേ ചിലവർ ഡോക്ടറുടെ കൈപുണ്യമാണെന്ന്. അപ്പോൾ അവിടെ മരുന്നിനോടല്ല, മറിച്ച് ആ ഡോക്ടറോടുള്ള വിശ്വാസം, ആ ഡോക്ടർ എന്ന് പറയുന്ന ഈശ്വരനോടുള്ള വിശ്വാസം, അതിൽ നിന്നാവുമ്പോൾ മരുന്ന് കഴിച്ചാൽ തീർച്ചയായിട്ടും ആ ഡോക്ടർ എഴുതിയ ഏത് മരുന്നാണെങ്കിലും അത്. ഇപ്പോ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ വല്ലപ്പോഴും വരുമ്പോ വീടിന് തൊട്ടടുത്ത് ഒരു ചെറിയൊരു ക്ലിനിക്ക് ഉണ്ട്. ചെറിയൊരു ക്ലിനിക്കാണ്. അവിടെ എന്ത് വന്നാലും, എന്ത് വലിയ തലവേദന വന്നാലും എന്ത് വന്നാലും ചിലപ്പോ മന്ത്രങ്ങളും ജപങ്ങളും കൊണ്ട് ഒരുവിധ ആശ്വാസം കിട്ടും. എങ്കിൽ തന്നെയും ചില സമയത്ത് തോന്നും ആ ഡോക്ടറെ ഒന്ന് കണ്ടേക്കാം എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നാൽ വെറുതെ 10, 250, 300 രൂപയ്ക്ക് അദ്ദേഹം എഴുതുന്ന സാധാരണ പാരസെറ്റമോളും സാധാരണ മെഡിസിൻസും ആയിരിക്കും. അത് മേടിച്ച് 3 നേരം 4 ദിവസം കഴിച്ചു കഴിയുമ്പോൾ 12 നേരം കഴിച്ചു കഴിയുമ്പോൾ 2 ദിവസം കഴിക്കുമ്പോഴത്തേക്കും നല്ലൊരു ആശ്വാസം കിട്ടും. വളരെ വളരെ ആശ്വാസം, പഴയ പവറൊക്കെ തിരിച്ചു വരും. അപ്പോൾ എന്ത് വന്നാലും, ഇപ്പൊ ചെവി വേദന വന്നാലും, കണ്ണുവേദന വന്നാലും, ശരീരവേദന വന്നാലും, എവിടെ എന്ത് വേദന വന്നാലും, ചെവിയുടെ വേദന വന്നാൽ പോലും ENT അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് അത് സാധാരണ ഒരു MBBS ഡോക്ടറാണ്, ഒരു ചെറിയ ക്ലിനിക്കാണ്. പക്ഷെ അവിടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് അസുഖം വന്നാലും അദ്ദേഹത്തെ ഒന്ന് പോയി കണ്ട് അദ്ദേഹത്തിന്റെ ആ എഴുതുന്ന 250 രൂപയുടെ ഒരു മെഡിസിൻസ്, അത് ചിലപ്പോൾ എന്നും തരുന്നത് ഒരേ മെഡിസിൻ തന്നെ ആയിരിക്കാം. അത് ഏതെങ്കിലും ഒരു ആന്റിബയോട്ടിക് ഉണ്ടാവും. അത് ഒന്ന് കഴിച്ചു കഴിയുമ്പോൾ 2 നേരം കഴിച്ച് 3ാമത്തെ നേരം ആകുമ്പോഴത്തേക്കും ഓക്കെ, റിലീഫായി. അതൊരു വിശ്വാസമാണ്. അപ്പൊ അതുപോലെ എല്ലാവർക്കും ഔഷധത്തിലോടായില്ല, ഡോക്ടറോടാവാം. ആ ഡോക്ടറുടെ ആ ഒരു വിശ്വാസം, ആ വിശ്വാസം കൂടുന്തോറും നമുക്ക് ശക്തി വർദ്ധിക്കുന്നു. നമ്മുടെ ശക്തി വർദ്ധിച്ച് വരും. ഗുരുവിൽ പൂർണ്ണ വിശ്വാസമില്ലെങ്കിൽ ശിഷ്യന് ഉയർച്ച ഉണ്ടാവില്ല.
നമ്മളിപ്പോൾ ഒരു ഗുരുവിനെ തേടി ആ ഗുരുവിൻ്റെ അടുത്ത് പഠിക്കാൻ ചെന്നു. ആ ഗുരുവിനോട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഈ ഗുരു ശരിയല്ല കേട്ടാ, ഈ ഗുരു പഠിപ്പിക്കുന്നൊന്നും അത്രയും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല, ശരിയാവില്ല, ഇയാൾ ശരിയല്ല എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഗുരു എത്ര നന്നായിട്ട് പഠിപ്പിച്ചാലും, ആ ഗുരു എത്ര നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നാലും ചിലപ്പോൾ മറ്റേയാളെക്കാളും ബെറ്റർ ആയിരിക്കാം. എങ്കിലും അവിടെ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ്, എത്ര നന്നായിട്ട് ഗുരു പഠിപ്പിച്ചാലും നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതുപോലെയാണ് വിശ്വാസത്തോടുകൂടി, ദൃഢമായ വിശ്വാസത്തോടുകൂടി ഒരു ഗുരുവിനെ നമ്മൾ വിശ്വസിച്ചാൽ ശിഷ്യന് പൂർണ്ണ ഫലം കിട്ടും. മന്ത്രജപം മാത്രമേ ഫലപ്രദമാകൂ എന്ന് സംശയലേശമെന്നെ ചെയ്യുന്ന ഏത് കർമ്മവും, സംശയത്തോടെ വീക്ഷിക്കുന്ന ഏത് കർമ്മവും പരാജയപ്പെടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും, ഒരു മന്ത്രം ജപിച്ചാൽ ആ മന്ത്രത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവണം, ഒരു മന്ത്രത്തിന്റെ ദേവതയെ നമുക്ക് വിശ്വാസം ഉണ്ടാവണം, ഈശ്വരനെ നമുക്ക് വിശ്വാസം ഉണ്ടാവണം. വിശ്വാസം ദൃഢമായിരിക്കണം, പൂർണ്ണമായിരിക്കണം. എങ്കിലും നമുക്ക് അവിടെ എന്താണ്, ഉറപ്പായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടിയിരിക്കും, പൂർണ്ണ റിസൾട്ട് ഉണ്ടായിരിക്കും. ചിലവർ പറയാറുണ്ട് ഈശ്വരൻ രക്ഷിക്കുമായിരിക്കും അല്ലേ, ഈശ്വരൻ നല്ലത് വരുത്തുമായിരിക്കും അല്ലേ. അപ്പൊ ഞാൻ അവരോട് തിരുത്തും, ഈശ്വരൻ നല്ലത് വരുത്തുമായിരിക്കും അല്ലേ എന്നല്ല നമ്മൾ പറയേണ്ടത്, ഈശ്വരൻ നല്ലത് വരുത്തി എന്ന് പറയാ. ഈശ്വരൻ നല്ലത് വരുത്തി, എന്നെ ഈശ്വരൻ കാത്തി രക്ഷിച്ചു എന്ന് ഇപ്പൊ പ്രസന്റ് ടെൻസിൽ ചെയ്തു എന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ആ വിശ്വാസം നയിക്കും എങ്ങോട്ടേക്ക്, നല്ലൊരു വിജയത്തിലേക്ക്. അപ്പോ ഈശ്വര ഭജനയും അതുപോലെ തന്നെയാണ്. അനുഭവമൊന്നുമില്ലാതെ എങ്ങനെ വിശ്വസിക്കും? ഉടനെ അടുത്ത ചോദ്യം, ഇതുവരെ ഈശ്വരനെ വിശ്വസിച്ചിട്ട് ഞങ്ങൾക്ക് ദുരിതമല്ലാതെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, അനുഭവമില്ലാതെ ഞങ്ങളൊന്നും വിശ്വസിക്കില്ല. അനുഭവമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും എന്താണ്, കണ്ണിന്റെ മുമ്പിൽ കണ്ടാലും അനുഭവിക്കണം, അനുഭവിച്ചാൽ മാത്രമേ എല്ലാവരും പറയാമല്ലോ, അനുഭവിച്ചവനെ അതിന്റെ ദുഃഖം അറിയുള്ളൂ, അനുഭവിച്ചവനെ അതിന്റെ കാഠിന്യം അറിയുള്ളൂ, അപ്പൊ അനുഭവിച്ചാലേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള സംശയാലുക്കള് വിശ്വസിക്കും എന്നാണ് സംശയാലുക്കള് പറയുന്നതെങ്കിൽ എന്താണ്, അനുഭവമില്ലാത്ത വിശ്വാസം അന്ധവിശ്വാസമാണെന്ന് അവർ പറയും. എന്നാൽ നമ്മൾ അറിയേണ്ടത് ഒന്നുണ്ട്, എന്താണ്, അങ്ങനെ ആ വിശ്വാസം അനുഭവം കൊണ്ട് മാത്രമേ നമ്മൾ വിശ്വസിക്കൂ എന്ന് പറയുന്നവർ അറിയേണ്ടത് ഒന്നുണ്ട്, വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് അനുഭവം ഉണ്ടാകുന്നത്, അല്ലാതെ അനുഭവം ഉണ്ടാകുമ്പോഴല്ല വിശ്വാസം ഉണ്ടാകുന്നത്. വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് അവിടെ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്, അനുഭവം ഉണ്ടാകുന്നത്. ഒരു കാര്യത്തില് ഇപ്പോ ഉദാഹരണമായിട്ട് നമ്മള് സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി ഒരു ഉദാഹരണം വ്യക്തമാക്കുന്നുണ്ട്. നമ്മള് ഇപ്പോ അദ്ദേഹം ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി. അതില് ഇപ്പോ ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി യാത്ര പോവാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ യാത്ര പോകുമ്പോൾ എവിടെയോ വെച്ച് നമുക്ക് വഴി തെറ്റുന്നു എന്നൊരു തോന്നല്. പണ്ട് മോഹൻലാൽ സിനിമയിൽ പറഞ്ഞ പോലെ ചോദിച്ചു പോവാണ് നമ്മള്. അപ്പൊ ആ വഴി ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി പോകുന്ന സമയത്ത് വഴി തെറ്റിയെന്ന് ബോധ്യം വന്നപ്പോൾ വഴിയിൽ കണ്ട ഒരാളോട്, ഒരു വ്യക്തിയോട് നമ്മൾ വഴി ചോദിച്ചു, ആ സ്ഥലത്തേക്ക് പോകേണ്ടത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ആ വഴിയിലേക്ക് പോകേണ്ട വഴി ആ ചോദിച്ച വ്യക്തി എന്താണ് വഴി പറഞ്ഞു തന്നു. ഇന്ന വഴി കൂടി പോയി കഴിഞ്ഞു, ഫസ്റ്റ് പോയി ലെഫ്റ്റ് പോയി അങ്ങനെ പോയാൽ എത്തും എന്ന് പറഞ്ഞു. ഉടനെ നമ്മൾ ആ ഒരു വിശ്വാസത്തിൽ, ആരുടെ വിശ്വാസത്തിൽ, ആ വഴി പറഞ്ഞു എന്ന ആളുടെ വിശ്വാസത്തിൽ നമ്മൾ ലക്ഷ്യത്തിലേക്ക് പോയി ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നു. ഇപ്പൊ ഗൂഗിൾ മാപ്പ് ഒക്കെ ഉണ്ട്, അതാണ് നമുക്ക് വിശ്വാസം. വഴി തെറ്റാതിരിക്കാൻ ഗൂഗിൾ മാപ്പ് ഉണ്ട്, ആ വിശ്വാസത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ പറയുന്ന തരത്തില്, അത് തന്നെയാണ് ജ്ഞാനാനന്ദ സരസ്വതി അദ്ദേഹം പറഞ്ഞതും, ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മൾ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ മറ്റൊരു പ്രസ്ഥാനത്തെയോ നമ്മൾ വിശ്വസിച്ചാൽ ആ വിശ്വാസത്തിൽ നിന്ന് നമുക്ക് എന്തുണ്ടാവും, അനുഭവം ഉണ്ടാവും. അനുഭവത്തിൽ നിന്നല്ല വിശ്വാസം ഉണ്ടാകുന്നത്, വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ വഴിയറിയുന്ന ആളോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നു. അയാളെ നമ്മൾ എന്ത് ചെയ്തു, വിശ്വസിച്ചു. ഇയാള് പറഞ്ഞ വഴി ശരിയല്ല കേട്ടോ, അത് തെറ്റാണ് കേട്ടോ എന്നല്ല നമ്മൾ പറഞ്ഞു, അയാൾ പറഞ്ഞ വഴിയെ നമ്മൾ വിശ്വസിച്ച് പോയി. അപ്പൊ അയാളെയാണ് നമ്മൾ വിശ്വസിച്ചത്, ലക്ഷ്യത്തെയോ അയാളുടെ വാക്കുകളെയോ അല്ല, അയാളെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ആ വഴി യാത്ര ചെയ്തത്. ഈശ്വര വിശ്വാസവും അതുപോലെ തന്നെയാണ്. ലൗകികമായ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളിൽ പലരും ഈശ്വരനെ വിളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം. ഒരു പ്രത്യേക കാര്യസിദ്ധിക്ക് വേണ്ടി, ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി നമ്മൾ എന്താണ് ഈശ്വരനെ വിളിക്കും. പെട്ടെന്ന് നമുക്കൊരു കാര്യം വന്നു, അത് മുന്നോട്ട് പോകുന്നില്ല, ഉടനെ നമ്മൾ ഈശ്വരനെ വിളിക്കും. ഓ ഭഗവാനെ എനിക്കിതൊന്ന് നടത്തി തരണേ എന്ന് പറയും. അന്നേ വരെ ഈശ്വരനെ വിളിച്ചിട്ടില്ല നമ്മൾ. അപ്പം പെട്ടെന്നുള്ള ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ഈശ്വരനെ വിളിക്കും. പക്ഷേ പ്രശ്ന പരിഹാരത്തെ കാണാതെ വരുമ്പോൾ, അങ്ങനെ വിളിച്ചു കഴിയുമ്പോൾ എന്താണ്, 10 ദിവസം 15 ദിവസം വിളിച്ചു, ചിലപ്പോൾ ഒരാഴ്ച അമ്പലത്തിൽ സ്ഥിരം പോയി, അല്ലെങ്കിൽ 21 ദിവസം നിങ്ങളോടൊരു കർമ്മം ചെയ്യൂ എന്ന് പറഞ്ഞാൽ 21 ദിവസവും ചെയ്തു. ആ 21 ദിവസം കഴിഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളിവിടെ മന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നവരോട് പറയും, നിങ്ങൾ ഒരു 21 ദിവസം അല്ലെങ്കിൽ ഒരു 41 ദിവസം ജപിക്കൂ എന്ന് പറഞ്ഞു.
വ്രത മത്സ്യമാംസാദിയൊന്നും കഴിക്കാതെ വളരെ വ്രതത്തോടു കൂടി അത് വിശ്വസിച്ച് ജപിക്കൂ എന്ന് പറഞ്ഞു. കറക്റ്റ് 21 ദിവസം ആ മന്ത്രം ജപിച്ചു. വളരെ കഷ്ടപ്പെട്ടാണ് വ്രതം എടുത്തത്. മത്സ്യമാംസം ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ 21 ദിവസം രാവിലെ കുളിച്ച് മത്സ്യമാംസം ഒന്നും കഴിക്കാതെ വ്രതശുദ്ധിയോടുകൂടി ഒരു തപസ്യായിട്ട് ആ 21 ദിവസം ആ മന്ത്രം ജപിച്ചു. കറക്റ്റ് 22ാമത്തെ ദിവസം രാവിലെ കോള് വന്നു. ഒരു ഫലവും കിട്ടിയില്ലല്ലോ, ഒരു റിസൾട്ടും വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ജപിക്കാൻ വേണ്ടിട്ട് ദിവസം എത്രയായി? 21 ദിവസമായി. ഇന്ന് 22ാമത്തെ ദിവസം. ഇന്നലെ മന്ത്രം തീർന്നു. മന്ത്രം ജപിച്ച് 21 ദിവസം ഇന്നലെ തീർന്നു. ഇന്ന് മുതൽ ജപിക്കേണ്ടതുണ്ടോ? ഒരു റിസൾട്ടും വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ ഞാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാല് 21 ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ ഈശ്വരന് കൊടുത്ത ഒരു റെഡ് ലൈൻ ആണ്. ഈശ്വരനിൽ നിങ്ങൾ 21 ദിവസം റെഡ് ലൈൻ കൊടുത്തുള്ളൂ. എനിക്ക് അനുഭവം ഒന്നും ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഉടനെ അത് മാറ്റി. അവിടെ അത് മാറ്റി കഴിഞ്ഞപ്പോൾ ആർക്ക് പോയി? ഈശ്വരനല്ല പോയത്, നമുക്ക് പോയി. കാരണം ചിലപ്പോൾ 22ാമത്തെ ദിവസം കഴിഞ്ഞ് 23ാമത്തെ ദിവസം ആയിരിക്കാം നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നത്. ആ 23ാമത്തെ ദിവസം അല്ലെങ്കിൽ 22ാമത്തെ ദിവസം വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിന് റിസൾട്ട് വരും. പക്ഷെ അതിനു മുൻപേ നമ്മൾ എനിക്ക് അനുഭവം ഇല്ലാത്തതുകൊണ്ട് എന്റെ വിശ്വാസം പോയി, ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പം പ്രശ്നപരിഹാരം കാണാതെ വരുമ്പോൾ നമ്മൾ കർമ്മത്തില്, നമ്മൾ ചെയ്ത കർമ്മത്തില് നമുക്ക് സംശയം തോന്നും. ചിലവര് പരിഹാരത്തിന് പൂജകളൊക്കെ വേണമെന്ന് പറഞ്ഞു വരും. നമ്മൾ പൂജാ പരിഹാരങ്ങൾ ചെയ്തു കൊടുക്കും. പൂജാ പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു 6-7 ദിവസം വളരെ കട്ടിയായിട്ട് കടിച്ച് പിടിച്ചൊക്കെ ഇരിക്കും. ഒരു 6 ദിവസം 7 ദിവസമൊക്കെ കഴിയുമ്പോൾ കോള് വരും, റിസൾട്ട് ഒന്നും വന്നിട്ടില്ലല്ലോ എന്ന് പറയും. നമ്മൾ പറയും വെയിറ്റ് ചെയ്യൂ, നിങ്ങളൊരു 2 മാസം, ഒരു 30 ദിവസം, അല്ലെങ്കിൽ ഒരു 60 ദിവസം, അല്ലെങ്കിൽ വേണ്ട ഒരു 90 ദിവസം, വലിയ കാര്യമൊക്കെയാണ്, ഒരു 90 ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, അതിനുള്ളിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് വരും എന്ന് പറയും. 90 ദിവസം കഴിയുമ്പോൾ കോൾ ഉണ്ടാവില്ല. 90 ദിവസം കഴിഞ്ഞപ്പോൾ കോളില്ല. ഉടനെ നമ്മൾ അങ്ങോട്ട് വിളിച്ചു, എന്തായി, ഈ കാര്യങ്ങൾ വല്ലതും നടന്നോ? എൻ്റെ അടുത്തൊക്കെ വരുന്ന ക്ലയൻസിനെ ഞാൻ അങ്ങോട്ട് വിളിക്കും. കാരണം നമുക്ക് അറിയാനൊരു ആങ്സൈറ്റി ഉണ്ട്. ഈ ആൾ ഇതെല്ലാം കഴിഞ്ഞ് ഈശ്വരനെ വിളിച്ച് നമ്മൾ പരിഹാരം പൂജയൊക്കെ ചെയ്തു കൊടുത്ത് പോയിട്ട് എല്ലാം ചെയ്ത് അയാൾക്കൊരു മന്ത്രവും പറഞ്ഞു കൊടുത്തിട്ട് ഈ പുള്ളി രക്ഷപ്പെട്ടോ എന്ന് അറിയണമല്ലോ. 90 ദിവസം കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് വിളിക്കും. അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞിട്ട് ചോദിക്കും, എന്തായി, കാര്യങ്ങളെല്ലാം ഓക്കെ ആയോ, സംഗതി പ്രശ്നങ്ങളെല്ലാം ഒരു വിധം സോൾവ് ആയോ എന്ന് ചോദിക്കും. ആ മേഡം, ഞാൻ വിളിക്കാൻ മറന്നുപോയി, പറയാൻ മറന്നുപോയി, സംഗതിയൊക്കെ ശരിയായിട്ടോ, ഞാൻ ദേ ജോലിക്ക് കയറിയിട്ടോ, സംഗതി നല്ല അടിപൊളിയായിട്ട് നടക്കുന്നത്, ഞാൻ ജോലിക്ക് കയറിയിട്ടോ, വിളിക്കാൻ തിരക്കായിരുന്നു മേഡം എന്ന് പറയും. അപ്പൊ അതാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാല്. അനുഭവം ഉണ്ടെങ്കിൽ വിശ്വസിക്കും, അനുഭവം ഇല്ലെങ്കിൽ വിശ്വസിക്കില്ല. ഇവിടെ വിശ്വാസം ഉണ്ടെങ്കിലേ അനുഭവം ഉണ്ടാവുള്ളൂ. പ്രശ്ന പരിഹാരത്തിനായിട്ട് നമ്മൾ പ്രവർത്തിക്കുകയും കർമ്മം ചെയ്യുകയും ചെയ്തിട്ട് കർമ്മത്തിന് അനുഭവം ഇല്ല എന്ന് വരുമ്പോൾ നമ്മൾ ഈശ്വരനെ വിശ്വസിക്കാതിരിക്കുന്നു. കർമ്മത്തിന് സംശയം തോന്നി തുടങ്ങും. അത് മാറി വേറെ കർമ്മം അങ്ങനെ പല വഴികളിൽ കൂടി അല്പാൽപ്പം സഞ്ചരിക്കുന്ന ഒരു വ്യക്തി, അപ്പൊ ഉടനെ ആ കർമ്മം അവിടെ നിർത്തി. ഈ ജ്യോത്സ്യനും കൊള്ളൂല, ഈ ഈശ്വരനും കൊള്ളൂല, ഈ അമ്പലവും കൊള്ളൂല, ഈ മന്ത്രവും കൊള്ളൂല. ഉടനെ അത് അവിടെ സ്റ്റോപ്പ് ചെയ്തു. 22ാമത്തെ ദിവസം അടുത്ത ആളുടെ അടുത്തേക്ക് പോയി, അടുത്ത അമ്പലത്തിൽ പോയി, അടുത്ത ജ്യോത്സ്യനെ കണ്ടു, അടുത്ത പരിഹാരത്തിന് പോയി. ഇതിനേലും നല്ല പരിഹാരം അവിടെ കിട്ടും എന്നറിഞ്ഞ് വേഗം പോയി. അവിടെ ചെന്നു, അവിടെയും കുറെ പൈസ കൊടുത്തു. അവിടെയും കുറെ പൈസ കൊടുത്തിട്ട് ഉടനെ അവിടുത്തെ പരിഹാരം പറഞ്ഞു. ഇതിനേക്കാളും തിരിച്ച് കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയ പരിഹാരം പറഞ്ഞു. ആ പരിഹാരം ചെയ്തു. കുറച്ച് അമ്പലത്തിൽ പോകാൻ പറഞ്ഞു. ആ പരിഹാരവും ചെയ്തു. ഒരു 15 ദിവസം പിന്നെ അവിടെയും ചെയ്തു. ആ 15 ദിവസം കഴിഞ്ഞപ്പോൾ 21ഉം 15ഉം ആയി. 36 ദിവസം കഴിഞ്ഞിട്ടും റിസൾട്ട് വന്നിട്ടില്ല. അടുത്ത വീണ്ടും 3ാമതൊരു തലത്തിലേക്ക് ഓടിപ്പോയി. അപ്പോഴാണ് യൂട്യൂബിൽ വേറൊരു പരിഹാരം കണ്ടു. വേറൊരു കുറച്ചുകൂടെ നല്ല ഒരു ബെറ്ററായ ഒരു വാക്കുകളൊക്കെ ഉള്ള ഒരു ഇത് കണ്ടു. നല്ല ബെറ്ററായ ഒരു ഓപ്ഷൻ കണ്ടു. ഉടനെ അതിലേക്ക് മാറി. ഇയാളുടെ കാര്യം, ഈ പറയുന്ന വ്യക്തിയുടെ കാര്യം ഈ ജന്മത്ത് നടക്കാൻ പോണില്ല. ഈ ജന്മത്ത് അയാളുടെ ഒരു കാര്യം നടക്കാൻ പോണില്ല. കാരണം അവിടെ വിശ്വാസമില്ല. ആരെ വിശ്വാസമില്ല? ഒന്നുകിൽ ഒരു വ്യക്തി എന്ന് പറയുന്ന ആളെ വിശ്വസിക്കുക, അല്ലെങ്കിൽ ആ കർമ്മത്തെ വിശ്വസിക്കുക, അല്ലെങ്കിൽ നമ്മളിലെ ഉള്ള ഈശ്വരൻ എന്ന് പറയുന്ന ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി നടക്കും, എനിക്കിതിൻ്റെ വിശ്വാസമുണ്ട്, ഞാനിത് ഉറപ്പായിട്ടും ഞാൻ ഈ ചെയ്യുന്ന കർമ്മത്തിന് റിസൾട്ട് കിട്ടും എന്ന് വിശ്വസിച്ചുകൊണ്ട് 20, 25, 30 ദിവസം ആത്മാർത്ഥതയോടെ നമ്മൾ ഈശ്വരനെ ഭജിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടും. അല്ലാതെ ഓരോ ദിവസവും കർമ്മിയും അമ്പലവും പ്രാർത്ഥനയും എല്ലാം മാറി മാറി കുറെ കഴിഞ്ഞ് അമ്പലമൊക്കെ നിർത്തി പള്ളിയിൽ പോകും. പള്ളിയൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും വെറുതെ വീട്ടിൽ കയറിയിരിക്കും. ഒരു രക്ഷയില്ല. ചിലർ പറയും, ഞാൻ ഒരുപാട് അമ്പലങ്ങളിൽ പോയി, ഒരുപാട് ജ്യോത്സ്യന്മാരെ കണ്ടു, ഒരുപാട് പ്രാർത്ഥനകൾ നടത്തി, ഒരുപാട് പൂജ നടത്തി, വീടും സ്ഥലവും മേടിക്കാനുള്ള കാശ് വരെ ഞാൻ ജ്യോത്സ്യന്മാർക്ക് കൊടുത്തു, പക്ഷെ തദൈവ ഒരു വിശ്വാസമില്ല. കാരണം അയാൾക്ക് അയാളെ തന്നെ വിശ്വാസമില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ ഈശ്വരന്മാരെ വിശ്വസിക്കുക. അതുകൊണ്ട് തന്നെ സഞ്ചരിക്കുന്ന വ്യക്തി അല്പാൽപമായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് നടന്നാൽ ഒരിക്കലും അവിടെ ഈശ്വരനെ വിശ്വസിക്കുകയോ നമ്മുടെ കർമ്മങ്ങൾ പൂർത്തിയാവുകയോ ചെയ്യില്ല. ഒരിക്കലും പൂർണ്ണതയിലെത്തുകയില്ല. അപൂർണമായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതേസമയം വിശ്വാസപൂർവ്വം തിരഞ്ഞെടുത്ത ഒരു വഴിയെ നമ്മൾ മുന്നോട്ട് പോയാൽ
തീർച്ചയായിട്ടും നമുക്ക് എന്താണ് അവിടെ റിസൾട്ട് ഉണ്ടാവും, ഫലപ്രാപ്തി ഉണ്ടാവും. അപ്പോൾ ഒരു വിശ്വാസത്തിലൂടെ മാത്രം നമ്മൾ മുന്നോട്ട് പോകാൻ നോക്കുക. ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുക. ഈശ്വരനാണെങ്കിൽ ഈശ്വരൻ എന്ന വിശ്വാസത്തെ മുറുകെ പിടിക്കുക. എന്നിട്ട് നമ്മൾ മുന്നോട്ടുള്ള പ്രയാണം തുടരുക. തീർച്ചയായിട്ടും നമുക്ക് അവിടെ 100% റിസൾട്ട് ഉറപ്പാണ്.